ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വാനില എങ്ങനെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വാനിലയുടെ ഒരു നടിയിൽ വസ്തു കിട്ടേണ്ടതുണ്ട്. അത് സാധാരണഗതിയിൽ വള്ളിയാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഇങ്ങനെ വളർന്നിരിക്കുന്ന വള്ളിയിൽ നിന്ന് 1 മീറ്ററെങ്കിലും ചുരുങ്ങിയത് നീളമുള്ള ഒരു ഭാഗം മുറിച്ചെടുക്കാം. വാനില വള്ളി മുറിച്ചെടുക്കുന്നത് കാണിക്കാം. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പം കഴിയുന്നതും അടുത്ത ഫ്ലവറിങ്ങിന് അനുകൂലമായ രീതിയിൽ ഇവിടെ ഒരു മുട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അപ്പം നമ്മൾ നടിയിൽ നിന്നുള്ള വസ്തു ഇവിടുന്ന് താഴോട്ടാണ്. അപ്പം നമുക്കിതിൻ്റെ ഈ പൂവിൻ്റെ താഴെ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് മുറിക്കാം. ഇതാണ് നമ്മൾ നടാനായിട്ട് മുറിച്ചെടുത്ത വാനില വള്ളിയാണ്. ഇത് ഏകദേശം 1.5 മീറ്ററോളം നീളമുണ്ട്. ഇതാണ് ഇതിൻ്റെ തല. കഴിയുന്നതും ഇതിൻ്റെ തലഭാഗം ഒടിഞ്ഞു പോകാതെ കരുതലോടുകൂടി കൊണ്ടുപോവുക. ഒരു 5.5 അടി നീളമുള്ള ഒരു ശീമക്കൊന്നയുടെ സ്റ്റമ്പാണ്. ഇനി നമുക്ക് ഈ ശീമക്കൊന്ന ഈ സ്ഥലത്ത് കുഴിച്ചിടാനായിട്ട് ഒരു കുഴിയെടുക്കേണ്ടതുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ കമ്പ് നമുക്ക് അവിടെ സ്ഥാപിക്കാം. അങ്ങനെ അത് സാവകാശം മണ്ണിട്ട് ഉറപ്പിക്കാം. ഇളകിപ്പോകാതെ ബലത്തിൽ ഉറപ്പിക്കണം. എൻ്റെ ശീമക്കൊന്നയുടെ വേരുകൾ എല്ലാം തോലിനൊന്നും കേടുവരാതെ എന്നാൽ കമ്പ് ഉറച്ചിരിക്കുകയും വേണം. അടുത്തതായിട്ട് നമ്മൾ നടാനുദ്ദേശിച്ച് കൊണ്ടുവന്ന വാനില വള്ളിയാണിത്. വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.